Hello students, today we will discuss നമുക്ക് problems ചെയ്യാം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ആ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. നമുക്ക് ഇനി പ്രോബ്ലംസ് ചെയ്യാം. നിങ്ങൾ ആദ്യം വീഡിയോ 2-3 പ്രാവശ്യം കാണണം, തിയറി നന്നായിട്ട് പഠിക്കണം. തിയറി നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഈ പ്രോബ്ലംസ് നോക്കാൻ കേട്ടോ. ഓക്കെ, വിൽ ഡിസ്കസ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒന്ന് റീകോൾ ചെയ്യൂ. വാട്ട് ഈസ് എ റിലേഷൻ ഇസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. പിന്നെ എത്ര ടൈപ്സ് റിലേഷൻസ് ഉണ്ട് നോക്കുക. റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ഇക്വിവാലൻസ് റിലേഷൻ. എന്താ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് റിഫ്ലെക്സീവ് റിലേഷൻ? A is related to A for every A belongs to A. ഇതാണ് റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഐഡിയ. A is related to A for every A belongs to A. അതായത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. A എന്നുള്ള സെറ്റിൽ, അതായത് ഇഫ് A is a set, A എന്നുള്ള സെറ്റിൽ റിലേഷൻ ഡിഫൈൻ ചെയ്താൽ അതിലെ എല്ലാ എലമെൻറ്റിനും ആ എലമെൻറ്റിനുമായിട്ട് ബന്ധം ഉണ്ടാവണം. അതാണ് റിഫ്ലെക്സീവ് റിലേഷൻ. പിന്നെ അതാണ് റിഫ്ലെക്സീവ് റിലേഷൻ. വി കോൾ ഇറ്റ് റിഫ്ലെക്സീവ് റിലേഷൻ. പിന്നെ എന്താണ് സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ, യു നോ വാട്ട് ഈസ് സിമെട്രിക് റിലേഷൻ? എന്താ, എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ തിരിച്ചും അതേ ബന്ധം ഉണ്ടാവണം. അതായത് എ ആർ ബി ഉണ്ടെങ്കിൽ ബി ആർ എ ഉണ്ടാവണം. അതാണ് സിമെട്രിക് റിലേഷൻ. സിമെട്രിക്. അപ്പോൾ സിമെട്രിക് റിലേഷൻ അത് ഓർക്കണം. ഇതിൽ ഈ ഫോർ എവറി ഇല്ല എന്നുള്ള ഓർക്കണം. എല്ലാ എ ബിക്കും ബി എ ഉണ്ടാവണമെന്നില്ല. എ ബി ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ എല്ലാ എക്കും ബിക്കും എ ബിയും ബി എ ഉണ്ടാവണമെന്നില്ല. എ ബി ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബി എ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അത് എപ്പോഴും ഓർക്കണേ. ഇവിടെ ഫോർ എവറി ഉണ്ട്, ഇവിടെ ഫോർ എവറി ഇല്ല, അത് ഓർക്കണം. മൂന്നാമത്തെ എന്താ, ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ പറഞ്ഞാൽ എന്താ, എ ആർ ബി ഉണ്ടാവുക, ബി ആർ സി ഉണ്ടാവുക. ദാറ്റ് ഷുഡ് ഇംപ്ലൈ എ ആർ സി. എ ആർ സി എക്ക് ബി ആയിട്ട് വന്ന്, ഇപ്പം എ ആർ ബിനെ എങ്ങനെ പറയാം? ഓർഡേർഡ് പെയർ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറയാം. അപ്പോൾ എ ആർ ബി ഉണ്ടാവുക, ബി ആർ സി ഉണ്ടാവുക. ദാറ്റ് ഇംപ്ലൈസ് എ ആർ സി ആണെങ്കിൽ വി കോൾ ഇറ്റ് ട്രാൻസിറ്റീവ്. ഇതൊന്ന് റീകോൾ ചെയ്യാം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ഈക്വാലൻസ് റിലേഷൻ. ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ ഈക്വാലൻസ് റിലേഷൻ്റെ പ്രത്യേകത എന്താ? റിഫ്ലെക്സീവ് ആവും, സിമെട്രിക് ആവും, ട്രാൻസിറ്റീവ് ആവും. വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ഈക്വാലൻസ് റിലേഷൻ? ആ ഈക്വാലൻസ് റിലേഷൻ ഡിവൈഡ്സ് എ സെറ്റ്. ഈക്വാലൻസ് റിലേഷൻ ഡിവൈഡ്സ് എ സെറ്റ് ഇൻടു നമ്പർ ഓഫ് ഡിസ്ജോയിൻറ്റ് ക്ലാസസ്. ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ക്ലാസസ് ആയിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് പാർട്ടീഷൻ. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി യൂണിയൻ എടുത്താൽ ആ വലിയ സെറ്റ് കിട്ടും. ഇത് ഓരോന്നും ഡിസ്ജോയിൻ്റ് ആണ്. ഈ സെറ്റ് ഇതിലായിട്ട് ഓവർലാപ്പ് ചെയ്യില്ല, എക്സെട്ര. അപ്പം ഇക്വാലൻസ് റിലേഷൻ ഒരു സെറ്റിൽ ഡിഫൈൻ ചെയ്താൽ ആ സെറ്റിന് എന്ത് ചെയ്യും? ഇക്വാലൻസ് ക്ലാസ് ആയിട്ട് ഇറ്റ് വിൽ പാർട്ടീഷൻസ് ദ സെറ്റ് ഇൻ ടു ഡിസ്ജോയിൻറ്റ് ക്ലാസസ് വേർ ഓൾ ദ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സും കൂടിയാൽ ആ സെറ്റ് കിട്ടും. പിന്നെയോ ഓരോ സെറ്റ്സും ഡിസ്ജോയിൻ്റ് ആയിരിക്കും. അപ്പം വേറൊരു പ്രകാരത്തിൽ പറഞ്ഞാൽ ഈസ് പാരലൽ ടു ഇക്വാലൻസ് റിലേഷൻ ആണ്. പഠിച്ചിട്ടുണ്ടാവും. ഇൻ ദ സെറ്റ് ഓഫ് സ്ട്രേറ്റ് ലൈൻസ് ഈസ് പാരലൽ ടു ഇക്വാലൻസ് റിലേഷൻ ആണ്. അപ്പം ഒരു സെറ്റിൽ കുറേ സ്ട്രേറ്റ് ലൈൻസ് ആണെങ്കിൽ ഒരു പ്രകാരത്തിൽ പാരലായിട്ടുള്ള ലൈൻസ് മാത്രം ഒരു സെറ്റിലുണ്ടാവും. വേറൊരു പ്രകാരത്തിൽ പാരലായിട്ടുള്ള ലൈൻസ് ഒക്കെ വേറൊരു സെറ്റിലുണ്ടാവും, ആൻഡ് സോ ഓൺ. വേറൊരു പ്രകാരത്തിൽ പാരലായിട്ടുള്ള ലൈൻസ് ഒക്കെ വേറൊരു സെറ്റ് ഉണ്ടാവും, ആൻഡ് സോ ഓൺ. അപ്പം അങ്ങനെ ആലോചിക്കാം, അങ്ങനെ ആലോചിക്കാം കേട്ടോ. അപ്പം ദിസ് ഇസ് ഐഡിയ, ദിസ് ഇസ് എ സെറ്റ്. അപ്പം ഇങ്ങനെ എന്താണ്, ഇങ്ങനെ കുറേ സെറ്റ്സ് ഉണ്ടാവും. ഒരേ പ്രകാരത്തിൽ പാരലായിട്ടുള്ള ലൈൻസൊക്കെ ഓരോ സെറ്റിലായിട്ട്. അപ്പോൾ ദ ഹോൾ സെറ്റ് വിൽ ബി ക്ലാസിഫൈഡ്. അപ്പോൾ ഇതിൽ ഒരു പ്രകാരത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലും അതേ ഒരു പ്രകാരത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇവിടുത്തെ ഒരാളും തമ്മിൽ ഈ ബന്ധം ഉണ്ടാവില്ല. കാരണം എന്താ, ഇവിടുത്തെ ലൈനും തമ്മിൽ പാരലൽ ആയിരിക്കില്ല. അതാണ് ഇക്വാലൻസ് റിലേഷൻ്റെ പ്രത്യേകത. അപ്പം റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഇത് മൂന്നുണ്ടെങ്കിൽ ഇക്വാലൻസ് റിലേഷൻ. ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ the whole set will be classified into disjoint classes where each member of any two member of the same class will be having only the relationship defined on it, and any two members of two different classes will not be having the relationship defined on it. അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത് കേട്ടോ. അത് ശ്രദ്ധിക്കണേ, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് മുമ്പത്തെ ക്ലാസ്സുമായിട്ട് റീകോൾ ചെയ്യേണ്ടത് കേട്ടോ. റൈറ്റ്, നൗ we'll discuss questions. Okay, we'll do some problems. Question number 1. A പറയുന്നത് 1, 2, 3, 4 ആണ്. R equals xy such that xy belongs to A
ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 25. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിലത്തെ ഒരാൾക്ക് വേറൊരാളായിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ, എക്സും വൈയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ എന്താവണം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 ആണ്. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂടി കൂട്ടിയാൽ 25 ആണ്. അപ്പം എക്സാക്ട്ലി ചോദ്യം ഇതാണ്, ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? പിന്നെ സിമെട്രിക് ആണോ? മൂന്നാമത്തെ ട്രാൻസിറ്റീവ് ആണോ? ഇത് റിഫ്ലെക്സീവ് ആണോ? ഈസ് ഇറ്റ് റിഫ്ലെക്സീവ്? ഇങ്ങനെയാണ്, ഈസ് ഇറ്റ് റിഫ്ലെക്സീവ്, ഈസ് ഇറ്റ് സിമെട്രിക്, ഈസ് ഇറ്റ് ട്രാൻസിറ്റീവ്? ഈസ് ദിസ് റിലേഷൻ റിഫ്ലെക്സീവ്? ഈസ് ദിസ് റിലേഷൻ സിമെട്രിക്? ഈസ് ദിസ് റിലേഷൻ ട്രാൻസിറ്റീവ്? ഈസ് ഇറ്റ് ഈക്വിവാലൻസ്? ഇപ്പം ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ഇത് ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒന്ന് റോസ്റ്റർ ഫോമിൽ എഴുതാൻ നോക്കാം. ചെറിയ സെറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്, നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ എഴുതാമെന്നാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. 6 റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റുമോ നോക്കൂ. എക്സും വൈയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂടി കൂട്ടിയാൽ 25 ആവണം. അങ്ങനെയാണ് ബന്ധം. അപ്പം എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂടി കൂട്ടിയാൽ 25 ആവണമെങ്കിൽ ആകെ ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ല 2 ആളെ ഉണ്ടാവുള്ളൂ. ആയിരിക്കാം 3 4 ഉണ്ടാവും, 4 3 ഉണ്ടാവും. കാരണം എന്താ കാരണം? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 25 ആണ്. അതുപോലെ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയറും 25 ആണ് അല്ലേ? അപ്പം ആകെ സ്ക്വയർ ചെയ്ത് കൂട്ടിയാൽ, അതായത് സ്ക്വയർ ചെയ്ത് കൂട്ടിയാൽ 25 ആവുന്ന 2 ഓർഡേഡ് പേഴ്സേ എ ക്രോസ് ചെയ്യുന്ന എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ R ഈക്വൽസ് 3 4 4 3 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് റിഫ്ലെക്സീവ് ആണോ? ആദ്യത്തെ ചോദ്യമാണ്, ഈസ് ഇറ്റ് റിഫ്ലെക്സീവ്? എന്താ ഉത്തരം? ഈസ് ഇറ്റ് റിഫ്ലെക്സീവ്? നോ എന്നാണ് ഉത്തരം. എന്താ കാരണം? റിഫ്ലെക്സീവ് ആവാതിരിക്കാനുള്ള കാരണം എന്താ? റിഫ്ലെക്സീവ് ആണെങ്കിൽ എല്ലാവർക്കും ഓരോരുത്തരും ബന്ധം ഉണ്ടാവണം. അപ്പോൾ 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല, 4 4 ഇല്ല ഇതിൽ. അതുകൊണ്ട് 1 1ഉം 2 2ഉം 3 3ഉം 4 4ഉം ഇല്ലാത്തതുകൊണ്ട് അത് റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ വാട്ട്സ് ദ റീസൺ? എന്താ റീസൺ? ബിക്കോസ് 1 1 ഡസ് നോട്ട് ബിലോങ്സ് ടു R, 2 2 ഡസ് നോട്ട് ബിലോങ്സ് ടു R, 3 3 does not belongs to R, and 4 4 does not belongs to R. 1 1ഉം 2 2ഉം 3 3ഉം 4 4ഉം ഇതൊരു 5 കൂടി ഉണ്ടെങ്കിൽ 5 5 ഡസ് നോട്ട് ബിലോങ് ടു ആർ വരും. എല്ലാവർക്കും, എയിലുള്ള എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധം ഉണ്ടാവണം. അപ്പോഴാണ് റിഫ്ലെക്സീവ് പറയുക. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആവാതിരിക്കാനുള്ള കാരണം 1 1ഉം 2 2ഉം 3 3ഉം 4 4ഉം ഈ റിലേഷനിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ദാറ്റ് ഇസ് എ റീസൺ. ജസ്റ്റിഫിക്കേഷൻ മനസ്സിലായി. നൗ രണ്ടാമത്തെ ചോദ്യം, ഈസ് ഇറ്റ് സിമെട്രിക്? ഈസ് റിലേഷൻ സിമെട്രിക് ആണോ എന്നാണ് ചോദ്യം. ഈസ് ദാറ്റ് റിലേഷൻ സിമെട്രിക്? നോക്കൂ, എന്താ സിമെട്രിക്കിൻ്റെ ഐഡിയ? എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ തിരിച്ചും അതേ ബന്ധം ഉണ്ടാവണം. ഇവിടെ നോക്കൂ, 3 4 ഉണ്ട്, 4 3 ഉണ്ട്, അതുപോലെ 4 3 ഉണ്ട്, 3 4 ഉണ്ട്. അതുകൊണ്ട് യെസ്, ഇറ്റ് ഈസ് സിമെട്രിക് ആണ്. എല്ലാ എ ബിക്കും ബി എ ഉണ്ടാവണമെന്നില്ല. എ ബി ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബി എ ഉണ്ടാവണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് സിമെട്രിക്. റിലേഷൻ ഈസ് സിമെട്രിക്. അപ്പം ഇറ്റ് ഈസ് സിമെട്രിക് ബിക്കോസ് 3 4 belongs to R, 4 3 also belongs to R. Now, is it transitive? ഇത് ട്രാൻസിറ്റീവ് ആണ്. Is that relation transitive? എന്താ ട്രാൻസിറ്റീവിൻ്റെ ഐഡിയ? എക്ക് ബി ആയിട്ട് എ ബി ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം. ഇതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോൾ ഇവിടെ 3 4 ഉണ്ട്, 4 3 ഉണ്ട്. 3 4ഉം 4 3 ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ ആരുണ്ടാവണം? 3 4 4 3. അപ്പം ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ 3 3 ഉണ്ടാവണം. 3 3 മാത്രം ഉണ്ടായാൽ മതിയോ ട്രാൻസിറ്റീവ് ആവാൻ? പോരാ. കാരണം എന്താ? 4 3 എന്നാ തുടങ്ങിച്ചോളൂ. 4 3 3 4, 4 3 3 4 ആണെങ്കിൽ 4 4 ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ട്രാൻസിറ്റീവ് അല്ല. എന്താ കാരണം? വാട്ട് ഇസ് ദ റീസൺ? എന്താ റീസൺ? ബിക്കോസ് 3 3 does not belong to R and 4 4 does not belong to R. 3 3 ആറിലില്ല, 4 4 ആറിലില്ല. അതാണ് ട്രാൻസിറ്റീവ് ആവാതിരിക്കാനുള്ള കാരണം. അപ്പം ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. ഓരോന്നിൻ്റെയും കാരണം പറഞ്ഞു. ഓക്കെ, റൈറ്റ്.
ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതേ സെറ്റ് തന്നെ, A equals 1, 2, 3, 4 തന്നെയാണ് സെറ്റ്. യു ഡിഫൈൻ എ റിലേഷൻ ലൈക്ക് ദിസ്. റോസ്റ്റർ ഫോമിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. 1, 1, 1, 1, 2, 2. വെറുതെ 1, 1, 2, 2. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? ചോദ്യം ഇതാണ്. ഈസ് ദിസ് റിലേഷൻ റിഫ്ലെക്സീവ്? എല്ലാ ചോദ്യത്തിനും ഒരേ തരത്തിലുള്ള ചോദ്യങ്ങളാണ്. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഇതാണ് ചോദ്യം. ഈസ് ഇറ്റ് റിഫ്ലെക്സീവ്, ഇസ് ഇറ്റ് സിമെട്രിക്, ഇസ് ഇറ്റ് ട്രാൻസിറ്റീവ്, ഇസ് ഇറ്റ് ഇക്വാലൻസ്? ഇതാണ് ചോദ്യം. നൗ റിഫ്ലെക്സീവ് ആണോ? ഈസ് ദിസ് റിലേഷൻ റിഫ്ലെക്സീവ്? R equals 1, 1, 2, 2. Is this relation reflexive? എന്താണ് നിങ്ങളുടെ ഉത്തരം? 1, 1, 2, 2. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? 1, 1, 2, 2. കണ്ടോ? 3, 3 ഇല്ല, 4, 4 ഇല്ല. അപ്പോൾ 3, 3 is not there, 4, 4 is not there. 3, 3 ഇല്ല, 4, 4 ഇല്ലാത്തതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താണ്? എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധം ഉണ്ടാവണം. ആ പാട്ട് പഠിക്കുക. എല്ലാവർക്കും അവരവരോട് തന്നെ ബന്ധം ഉണ്ടാവണം. ഇവിടെ 1, 1, 2, 2 മാത്രമേ ഉള്ളൂ. 3, 3 ഇല്ല, 4, 4 ഇല്ല. ഇപ്പം ഈ സെറ്റ് ഇങ്ങനെയായിരുന്നെങ്കിൽ ഇത് റിഫ്ലെക്സീവാണ്. ഈ സെറ്റ് ഇങ്ങനെയായിരുന്നെങ്കിൽ അത് റിഫ്ലെക്സീവാണ്. പക്ഷെ ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ ഈ സെറ്റ് 1, 2, 3, 4 ആണല്ലോ. അതുകൊണ്ട് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 3, 3 വേണം, 4, 4 വേണം. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ എന്താ ആൻസർ? നോ. വാട്ട് ദ റീസൺ? ബിക്കോസ് the reason is 3, 3 does not belong to R and 4, 4 does not belong to R. റീസൺ മനസ്സിലായോ? ജസ്റ്റിഫിക്കേഷൻ അത്ര എഴുതിയാൽ മതി, കൂടുതലൊന്നും എഴുതണ്ട. ദിസ് ഇസ് ദ ജസ്റ്റിഫിക്കേഷൻ. ഇതാണ് ഉത്തരം. നോ, ഇതാണ് ജസ്റ്റിഫിക്കേഷൻ. റീസൺ 3, 3 does not belong to R, 4, 4 does not belong to. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് കഴിഞ്ഞു. ഇനി ഈസ് ഇറ്റ് സിമെട്രിക്? സിമെട്രിക് ആണോ? എന്താ സിമെട്രിക്കിൻ്റെ ഐഡിയ? എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ തിരിച്ചും അതേ ബന്ധം ഉണ്ടാവണം, അല്ലേ? നോക്കൂ, 1, 1 തിരിച്ചിട്ട 1, 1 അതിലില്ലേ? 1, 1, 1, 1 can be written as 1, 1. 1-ന് 1 ആയിട്ട് ബന്ധമുണ്ട്, 1-ന് 1 ആയിട്ട് ബന്ധമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 1-ന് 1 ആയിട്ട് ബന്ധമുണ്ട്, 1-ന് 1 ആയിട്ട് ബന്ധം. ഓക്കെയാണ്. 2, 2, 2, 2 ഓക്കെ, ബന്ധമുണ്ട്. അതുകൊണ്ട് സിമെട്രിക് ആണ്. അപ്പോൾ യെസ്, ബിക്കോസ് whenever A is 1, 1 belong to R, 1, 1 also belong to R, 2, 2 belongs to R, 2, 2 തിരിച്ചിട്ടാലും അതിൽ തന്നെ ഉണ്ട്. തിരിച്ചിട്ടാലും അതിന് മാറ്റമില്ല. ഈ 1, 1 തിരിച്ചിട്ടാലും മാറ്റമില്ലല്ലോ, 2, 2 തിരിച്ചിട്ടാലും മാറ്റമില്ലല്ലോ. അതുകൊണ്ട് it belongs to R, therefore it is symmetric. ഓക്കെ, സിമെട്രിക്. അപ്പോൾ യെസ്സിന് എന്താണ് റീസൺ? ഇങ്ങനെ പറഞ്ഞാൽ മതി. 1, 1 belongs to R, 1, 1 also belongs to R, 2, 2 belongs to R, 2, 2 also belongs to R. ഓക്കെ, ട്രാൻസിറ്റീവ് ആണോ? അപ്പോൾ ഇത് നോ ആണ് കേട്ടോ. ഇതിൻ്റെ ഉത്തരം നോ ആണ്. ഇതിൻ്റെ ഉത്തരം യെസ് ആണ്. ജസ്റ്റിഫിക്കേഷൻ നമ്മൾ എഴുതി. ട്രാൻസിറ്റീവ് ആണോ? ഈസ് ഇറ്റ് ട്രാൻസിറ്റീവ്? ഈസ് ദാറ്റ് റിലേഷൻ ട്രാൻസിറ്റീവ്? എന്താ ട്രാൻസിറ്റീവിന് ഐഡിയ? എക്ക് ബി ആയിട്ട് ബന്ധം ഉണ്ടാവണം, ബിക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ഇംപ്ലൈ എ സി ബിലോങ്സ് ടു ആർ. ഇങ്ങനെയാണ്. എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് സി ആയിട്ടും ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ, എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ എക്ക് സി ആയിട്ട് ബന്ധം ഉണ്ടെങ്കിലാണ് നമ്മൾ റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, 1-ന് 1 ആയിട്ട് ബന്ധമുണ്ട്. ഈ 1-നെ കണക്ട് ചെയ്യാൻ വേറൊരാളില്ല. അതുകൊണ്ട് 1, 1 ബിലോങ്സ് ടു ആർ. ഈ 1-നെ കണക്ട് ചെയ്യാൻ വേറെ ആരും ഇല്ല. 1-നെ കണക്ട് ചെയ്യാൻ എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ അയാളായിട്ട് എക്ക് ബന്ധം ഉണ്ടാവേണ്ടു ഫോർ ദ റിലേഷൻ ടു ബിക്കം ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആവാൻ എക്ക് ബി ആയിട്ട് ബന്ധമുണ്ട്, ബിക്ക് വേറെ ആരെങ്കിലും ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിലേ അയാളായിട്ട് എക്ക് ബന്ധം ഉണ്ടാവേണ്ടു. മനസ്സിലാവുണ്ടോ? ഇവിടെ 1-ന് 1 ആയിട്ട് ബന്ധമുണ്ട്. ഈ 1-നെ കണക്ട് ചെയ്യാൻ വേറെ ആരും ഇല്ല. അതുകൊണ്ട് അയാളായിട്ട് ഈ 1-ന് ബന്ധം ഉണ്ടാവേണ്ട കാര്യമില്ല. അതേപോലെ 2, 2 നമ്മൾ മുമ്പ് ട്രാൻസിറ്റീവിൻ്റെ റിലേഷൻ്റെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുമ്പം ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടി ഒന്ന് റീകോൾ ചെയ്യാം. അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് ആണ്. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. യെസ്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ട്രാൻസിറ്റീവ്, ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. കാരണം എന്താ, വണ്ണിന് വണ്ണായിട്ട് ബന്ധമുണ്ട്. ഈ വണ്ണിന് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടെങ്കിലേ അയാളായിട്ട് ഈ വണ്ണിന് ബന്ധം ഉണ്ടാവേണ്ടു. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് ആണ്. ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ്. ഓക്കെ. എന്നാ മൂന്നാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരേ ചോദ്യം തന്നെ ഇങ്ങനെ വേറെ തരത്തിൽ പറയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, 3. A equals 1, 2, 3, 4. You are defining relation. Our same question ആണ് 1, 1, 2, 2. ചോദ്യം ഇതാണ്, what is the minimum elements, minimum number of elements added to R1 to R so that R is 1 reflexive, 2 symmetric, 3 transitive, 4 equivalence. നമുക്കത് വലിയ സെറ്റ് ആവുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ചെറുതായിട്ടൊന്ന് കുറയ്ക്കാതെ വലിയ സെറ്റ് ആവും. അല്ലെങ്കിൽ 1, 2, 3, 4 ആകുമ്പോൾ വലിയ സെറ്റായി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിക്കോട്ടെ, A equals 1, 2, 3. 3 എലമെൻറ്റ്സേ ഉള്ളൂ, അല്ലെങ്കിൽ വലിയ സെറ്റായി. അതുകൊണ്ട് ഇത്ര മതി. A equals 1, 2, 3. R equals 1, 1, 2, 2. വെറുതെ 1, 1, 2, 2 മാത്രമേ ഉള്ളൂ. ഇത് ഒരു കാര്യം നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ഒരു കാര്യം പറയാം. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഇതൊന്ന് വെറുതെ ഒന്ന് ആലോചിക്കൂ. ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? ഒന്ന് വെറുതെ ഒന്ന് ആലോചിക്കൂ. അത് നല്ലൊരു ഐഡിയ ആണ്. റിഫ്ലെക്സീവ് ആണോ ഇത്? 1, 1, 2, 2 ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? അല്ല. കാരണം എന്താ? വാട്ട് ദ റീസൺ? ബിക്കോസ് 3, 3 ഡസ് നോട്ട് ബിലോങ് ടു R. ക്ലിയർ അല്ലേ? ഓക്കെ. ആ ചോദ്യത്തിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്യാം. സിമെട്രിക് ആണോ അത്? 1, 1 ഉണ്ട്, 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 2, 2 ഉണ്ട്. അപ്പോൾ സിമെട്രിക് ആണ്. യെസ്, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മാതിരി തന്നെ 1, 1, 2, 2. ട്രാൻസിറ്റീവ് ആണോ അത്? യെസ്, ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. എന്താ കാരണം? 1, 1 ഉണ്ട്, 1ന് കണക്ട് ചെയ്യാൻ വേറെ ആരുമില്ല, അതുകൊണ്ട് ആളായിട്ട് ഈ 1ന് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഈ റിലേഷൻ എന്താ? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. അല്ല, റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ഇക്വാലൻസ് അല്ല. എന്തുകൊണ്ട് ഇക്വാലൻസ് അല്ലാത്ത? റിഫ്ലെക്സീവ് അല്ലാത്തതുകൊണ്ട് ഇക്വാലൻസ് അല്ല. ഓക്കെ. അപ്പോൾ ആ പ്രോബ്ലം ചെയ്തു കേട്ടോ. നമുക്ക് ഈ ചോദ്യം ഇങ്ങനെ വിചാരിക്കാം. ഇതാണ് ചോദ്യം. വാട്ട് ഈസ് എ മിനിമം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് added to R so that R is reflexive? Minimum number of elements added to R so that it is reflexive. ഇത് റിഫ്ലെക്സീവ് ആവാൻ മിനിമം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് എത്ര പേര് ആഡ് ചെയ്യണം? നോക്കൂ, റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്ത് വേണം? എല്ലാവർക്കും ഓരോരുടെ ബന്ധം ഉണ്ടാവണം. ഇപ്പോൾ 1, 1 ആറിലുണ്ട്, 2, 2 ആറിലുണ്ട്, A പറയുന്നത് 1, 2, 3 ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് എലിമെൻറ്റ്സ് റിക്വയർഡ് ടു ബി ആഡഡ് ടു R so that it is reflexive? ഒന്ന് ഉത്തരം പറയൂ. Only 1 element. One element. What is that one element? 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്. എന്ത് വേണം? ആ ഒറ്റ എലിമെന്റ് ഏതാ? 3, 3. 3, 3 എന്നുള്ള ഓർഡർ പേരും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ആ റിലേഷൻ ഉണ്ടാവും, റിഫ്ലെക്സീവ് ആവും. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. 1 എലിമെന്റ്. സിമെട്രിക് ആവാൻ എത്ര ആൾക്കാർ ആഡ് ചെയ്യണം? ഇത് സിമെട്രിക് ആവാൻ എത്ര ആൾക്കാർ ആഡ് ചെയ്യണം? ആരെയും ആഡ് ചെയ്യണ്ട, കാരണം അത് ഇറ്റ് സെൽഫ് സിമെട്രിക് ആണ്. നോ, 0 എലിമെന്റ്. ഒരു എലിമെൻറ്റ്, നമ്പർ ഓഫ് എലിമെൻറ്റ്സ് 0. അപ്പോൾ ഇവിടെ 1 എലിമെൻറ്റ്, ഇവിടെ 0 എലിമെൻറ്റ്, ഇവിടെ 0. ഒറ്റ എലിമെൻറ്റ് ആഡ് ചെയ്താൽ മതി, അതായത് 3, 3 മാത്രം. ഇവിടെ നൾസ് ഒന്നുമില്ല, ഒന്നും ആഡ് ചെയ്യണ്ട. 0 അല്ല ആഡ് ചെയ്യണേ, 0 എലിമെൻറ്റ്. നമ്പർ ഓഫ് എലിമെൻറ്റ്സാണ് ചോദിച്ചത്. അപ്പോൾ നത്തിങ് ക്യാൻ, ഒന്നും ആഡ് ചെയ്യണ്ട, ഇറ്റ് സെൽഫ് അത് സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആവാനോ ഒന്നും ആഡ് ചെയ്യണ്ട, 0 നമ്പർ ഓഫ് എലിമെൻറ്റ്സ്. ഇക്വാലൻസ് ആവാനോ ഇത് ഇക്വാലൻസ് ആവാൻ എത്ര ആൾക്കാർ ആഡ് ചെയ്യണം? 3, 3 മാത്രം മതി, കാരണം 1, 1, 2, 2, 3, 3 ഇക്വാലൻസ് ആണ്. ഇറ്റ് ഇസ് 3, 3, 1 എലിമെന്റ്. ഇറ്റ് ഇസ് 3, 3 ഓൺലി. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. നാലാമത്തെ ചോദ്യം. A equals 1, 2, 3. R equals 1, 2. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ മിനിമം. കഴിഞ്ഞ അതേ ചോദ്യമാണ്. ഫൈൻഡ് ദ മിനിമം നമ്പർ ഓഫ് എലിമെന്റ്സ് ആഡഡ് ടു R
സോ ദാറ്റ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആവാൻ വേണ്ടി മിനിമം എത്ര ആൾക്കാരെ ആഡ് ചെയ്യണം? റിഫ്ലെക്സീവ് ആവാൻ 1 1 2 2 3 3 ഉണ്ടാവണം. അപ്പോൾ 3 ആൾക്കാരെ ആഡ് ചെയ്യണം. അതൊക്കെ 3 ആൾക്കാർ 1 1 2 2 3 3. ഈ 1 2 റിഫ്ലെക്സീവ് അല്ല അല്ലേ? അപ്പം വെറുതെ ഈ റിലേഷൻ മാത്രം എടുത്താൽ, ഇപ്പോൾ R = 1 2 മാത്രം എടുത്താൽ ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണത്. 1 2 ഇസ് ഇറ്റ് സിമെട്രിക്? 1 2 ഉണ്ട്, 2 1 ഉണ്ടാവണം, അപ്പോൾ സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണോ അത്? ഇസ് ദിസ് റിലേഷൻ ട്രാൻസിറ്റീവ്? 1 2 2 ആയിട്ട് വേറെ ആരെങ്കിലും ഒരു ആളായിട്ട് ബന്ധമുണ്ടെങ്കിൽ അയാളായിട്ട് ഈ 1 ബന്ധം ഉണ്ടാവേണ്ടു. 1 2 ആയിട്ട് റിലേറ്റഡ് ആണ്. 2 വേറെ ആരെങ്കിലും ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഈ 1 അയാളായിട്ട് റിലേറ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് ആവാതിരിക്കാനുള്ള കാരണമാവില്ല. അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണ്. ഇത് ട്രാൻസിറ്റീവ് ആണ്, ഇക്വാലൻസ് അല്ല. അപ്പം അതാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഐഡിയ. R = 1 2 ആണ്, റിഫ്ലെക്സീവ് അല്ല. എന്തുകൊണ്ടാണ് റിഫ്ലെക്സീവ് ഇല്ലാത്ത? 1 1 2 2 3 3 ഇല്ലാത്തതുകൊണ്ട്. സിമെട്രിക് അല്ല. എന്തുകൊണ്ടാണ് സിമെട്രിക് അല്ലാത്ത? 1 2 ഉണ്ട്, 2 1 ഇല്ല, അതുകൊണ്ട് സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് ആണ്, കാരണം എന്താ? 1 2 ഉണ്ട്, 1 2 ഉണ്ട്, 2നെ കണക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിലേ അയാളായിട്ട് ഈ 1 കണക്ട് ചെയ്യണ്ടു. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് ആണ്. പിന്നെ ഇക്വാലൻസ് അല്ല. ഇക്വാലൻസ് അല്ലാതിരിക്കാൻ കാരണം റിഫ്ലെക്സീവും സിമെട്രിക്കും അല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? നൗ വിൽ ഡു ദാറ്റ് ക്വസ്റ്റ്യൻ. റിഫ്ലെക്സീവ് ആവാൻ മിനിമം എത്ര ആൾക്കാർ വേണം? 1 1 വേണം, 2 2 വേണം, 3 3 വേണം. എത്ര ആൾക്കാർ വേണം? 3 ആൾക്കാർ. അപ്പോൾ ആൻസർ ഇസ് 3. ഏതൊക്കെ 3 ആൾക്കാർ? 1 1 2 2 3 3. ഇനി സിമെട്രിക് ആവാൻ സ്വതവേ ഇത് സിമെട്രിക് ആണോ? 1 2 സ്വതവേ സിമെട്രിക് ആണോ? അല്ല. കാരണം എന്താ? 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടാവണം. അപ്പം സിമെട്രിക് അല്ല. സിമെട്രിക് ആവാൻ എന്താ ആരെ ആഡ് ചെയ്യണം? 1 2 ഉണ്ട്, അപ്പോൾ 2 1 ആഡ് ചെയ്യണം. ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യണം, ഒറ്റ എലമെൻറ്റ്. ഏതാ എലമെൻറ്റ്? 2 1. ട്രാൻസിറ്റീവ് ആണോ 1 2? 1 2 സ്വതവേ ട്രാൻസിറ്റീവ് ആണ്. 1 2 ഇറ്റ് സെൽഫ് ഇസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ആരെയും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഷുഡ് ബി ആഡഡ് ഇസ് 0. ആരെയും ആഡ് ചെയ്യേണ്ട. ക്ലിയർ ആണോ? റൈറ്റ്. ഇനി ഇക്വാലൻസ് ആണ്. ഇസ് ഇറ്റ് ഇക്വാലൻസ്? ഇക്വാലൻസ് ആവാൻ ആരൊക്കെ ആഡ് ചെയ്യണം? അത് നല്ലൊരു ചോദ്യമാണ്. R = 1 2 ഇത് ഇക്വാലൻസ് ആവാൻ എത്ര ആൾക്കാരെ ആഡ് ചെയ്യണം? നിങ്ങളിവിടെ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഉത്തരം ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ പിന്നെ രണ്ടാമത് വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, നോക്കാം. R = 1 2 ആണ്. ഇക്വാലൻസ് ആവാൻ എത്ര ആൾക്കാർ വേണമെന്നാണ് ചോദിച്ചത്. ആദ്യം അത് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് ആണെങ്കിൽ ആര് വേണം? 1 1 വേണം, 2 2 വേണം, 3 3 വേണം. പിന്നെയോ സിമെട്രിക് ആവാൻ ആര് വേണം? ഇത് സിമെട്രിക് ആവാൻ ആര് വേണം? 1 2 ഉണ്ടല്ലോ, അപ്പോൾ 2 1 വേണം. 1 2 ഉണ്ട്, 2 1 വേണം. പിന്നെയോ ഇത് ഇക്വാലൻസ് ആണോ? കണ്ടോ 1 2. ഈ ട്രാൻസിറ്റീവ് ആണോ? അത് 1 2 2 1. അപ്പോൾ ആരൊക്കെ വേണം? 1 1 വേണം, 2 2 വേണം, ഉണ്ട്. അപ്പോൾ ഓക്കെയാണ്. ഇത്രയാണ്. ഇത് ഈ റിലേഷൻ എന്താ? ഇക്വാലൻസ് ആണ്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, പിന്നെ 1 2 ഉണ്ട്, 2 1 ഉണ്ട്. 1 2 2 1 ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം. അത് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് ആണ്. അപ്പം ഇക്വാലൻസ് ആവാൻ എത്ര ആൾക്കാർ വേണം? 1 2 മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ 1 2 3 4 ആൾക്കാർ വേണം. അപ്പോൾ ഇക്വാലൻസ് ആവാൻ എത്ര ആൾക്കാർ വേണം? 4 ആൾക്കാർ വേണം. ഇസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്. അഞ്ചാമത്തെ ചോദ്യം. വിൽ ഡിസ്കസ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്തത്. A = 1, 2, 3. You are defining a relation R xy such that mod x minus y is less than or equal to 1. എന്താ mod x minus y? എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം. എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം ഒന്നോ ഒന്നിനേക്കാൾ ചെറുതോ ആവുന്ന സമയത്തൊക്കെ റിലേറ്റഡ് ആണ്. ഇതാണ് ബന്ധം. എക്സും വൈയും തമ്മിലുള്ള ബന്ധം ഉണ്ടാവണമെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം ഒന്നോ ഒന്നിനേക്കാൾ ചെറുതോ ആയിരിക്കണം. Then we say relation is reflexive. Then we say the relation is related. എക്സും വൈയും തമ്മിൽ റിലേറ്റഡ് ആണ്. അപ്പം ആ റിലേഷൻ ചോദ്യം ഇതാണ്: റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇക്വാലൻസ് ആണോ? ഇതാണ് ചോദ്യം. നോക്കാം എന്താ നിങ്ങൾ ചെയ്യാം. ഇസ് ഇറ്റ് റിഫ്ലെക്സീവ്? അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാം. ക്യാൻ യു റൈറ്റ് R in the roster form? എല്ലായ്പ്പോഴും റോസ്റ്റർ ഫോമിൽ എഴുതണമെന്നില്ല. ഇപ്പം R = 1 2 3 4 5 etc. up to 10 ആണെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതാൻ കുറേ സമയം എടുക്കും. ഇപ്പം വളരെ ചെറിയ സെറ്റാണെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതാം. പക്ഷേ വലിയ സെറ്റൊക്കെ ആകുമ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതണം നിർബന്ധമൊന്നുമില്ല. യു ഹാവ് ടു ഗോ ലോജിക്കലി. ചെറിയ സെറ്റാണെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും, ശരിയാണ്.
പക്ഷേ മിക്കവാറും ചില സമയത്ത് വലിയ സെറ്റാണ് ഉണ്ടാവുക. വലിയ സെറ്റാകുമ്പോൾ യു ഹാവ് ടു എസ്കേപ്പ് ഫ്രം ദ റോസ്റ്റർ ഫോം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ റോസ്റ്റർ ഫോമിൽ നിന്ന് നമുക്കൊന്ന് എസ്കേപ്പ് ചെയ്യാം. നമുക്ക് റോസ്റ്റർ ഫോമിലും ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേ റോസ്റ്റർ ഫോമിൽ എസ്കേപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെ റോസ്റ്റർ ഫോമിൽ എസ്കേപ്പ് ചെയ്യാം? ആദ്യം നമ്മൾ റിഫ്ലെക്സീവ് റിലേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിഫ്ലെക്സീവ് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? റിഫ്ലെക്സീവ് ആണോ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? എക്സ് ആയിട്ട് ബന്ധം ഉണ്ടാവണം. എക്സും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ എക്സും തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ എന്താവണം? മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് 1 കുറവാണ്. കണ്ടോ? എക്സും വൈയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ 1 ചെറുതോ ആണെങ്കിലാണ് എക്സും വൈയും തമ്മിൽ ബന്ധം ഉണ്ടാവുക. നോക്കൂ, വാട്ട് ഈസ് എക്സ് മൈനസ് എക്സ്? എക്സ് മൈനസ് എക്സ് നോക്കൂ, എക്സ് മൈനസ് എക്സിൻ്റെ വാല്യൂ എന്താ? 0ആണ്. 0 1 ചെറുതാണോ? യെസ്, ഇത് ട്രൂ ആണ്. അതുകൊണ്ട് വാട്ട് യു ക്യാൻ സേ എക്സ് ആറിലുണ്ട്. ഇത് എല്ലാ എക്സിനും വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാ എക്സ് ബിലോങ്സ് ടു എക്കും വർക്ക് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് ആറിലുണ്ട്. അതുകൊണ്ട് 6 റിഫ്ലെക്സീവ് ആണ്. ഇതിനാണ് തിയറിറ്റിക്കലി പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. റോസ്റ്റർ ഫോമിൽ എഴുതാതെ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് നേരിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ പറ്റും. അത് വെറും ലോജിക്കാണ്. എന്താണ്? എക്സിന് വൈക്ക് പകരം എക്സ് റീപ്ലേസ് ചെയ്തിട്ട് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ബന്ധമുണ്ട്. ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ബന്ധം ഉണ്ടാവുക. അപ്പം വൈക്ക് പകരം എക്സ് കൊടുത്താൽ ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. മനസ്സിലായോ? ഇപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു വിചാരിക്കാം. ഇപ്പോൾ ഈ കണ്ടീഷന് പകരം ഇങ്ങനെയായിരുന്നു വിചാരിക്കാം. എക്സ് മൈനസ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെയായിരുന്നു കണ്ടീഷൻ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫുൾഫിൽ ചെയ്യോ? നോക്കൂ, എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ഇത് ഫോൾസ് ആണ്. അപ്പോൾ ഫോൾസ് ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക? എക്സ് ആറിലില്ല. എക്സും തമ്മിൽ ബന്ധമില്ല. വൈക്ക് പകരം എക്സ് കൊടുത്താൽ എക്സ് ആയിട്ട് ബന്ധമില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? റിഫ്ലെക്സീവ് അല്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇറ്റ് ഈസ്, ഇപ്പോൾ ഈ കേസിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് ആണ്. ക്ലിയർ ആണോ? ദിസ് ഇസ് ഹൗ ഇതാണ് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് ചാടിക്കാതെ. ഇപ്പം ഇവിടെ ചെറിയ സെറ്റായിട്ട് റോസ്റ്റർ ഫോം എഴുതായിരുന്നു അല്ലേ? പക്ഷേ എപ്പോഴും ചെറിയ സെറ്റല്ല ആ പാരൻറ്റ് സെറ്റ് കിട്ടുക. ചിലപ്പോൾ വലിയ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല റിലേഷനെ. എപ്പോഴും നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് റിലേഷൻഷിപ്പ് തരിക. അപ്പോൾ അത് എപ്പോഴും റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചെറിയ സെറ്റാണെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ. അത് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് ഗോ ഫോർ റോസ്റ്റർ ഫോം ഓൾവേസ്. യു കുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം ഓൾസോ. അങ്ങനെ ആലോചിക്കാം. ഓക്കെ, അപ്പം റിഫ്ലെക്സീവ് ആണ്. മനസ്സിലാവുണ്ടോ? റിഫ്ലെക്സീവ് ആണ്. ഇത് നിങ്ങൾ റോസ്റ്റർ ഫോമിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് പറയൂ. ഇത് റോസ്റ്റർ ഫോമിലാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? 1 2 3 ആണ്, ചെറിയ സെറ്റാണ്. അപ്പോൾ 6 നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതാം? 1 തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. അപ്പോൾ 1 ഉണ്ടാവണം. കാരണം 1 - 1 0 ആണ്. പിന്നെ 1 2 തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. കാരണം എന്താ? 1 2 തമ്മിലെ വ്യത്യാസം 1 ആണ്. 1 2 തമ്മിൽ ബന്ധമുണ്ട്. 1 3 തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. 1 3 തമ്മിലെ വ്യത്യാസം 2 ആണ്. 2 ആയാൽ പറ്റില്ല. മാക്സിമം 1 ആവാൻ പറ്റുള്ളൂ. ഇനി 1 കാര്യം കഴിഞ്ഞു. ഇനി 2 1 ഉണ്ടാവോ? യെസ്, 2 1 ഉണ്ടാവും. 2 2 ഉണ്ടാവോ? യെസ്, 2 2 ഉണ്ടാവും. 2 3 ഉണ്ടാവോ? യെസ്, 2 3 ഉണ്ടാവും. കാരണം 2 3 തമ്മിലെ വ്യത്യാസം 1 ആണ്. ഓക്കെ, അപ്പോൾ 2 1 ഉണ്ടാവും, 2 2 ഉണ്ടാവും, 2 3 ഉണ്ടാവും. ഇനി 3 1 ഉണ്ടാവോ? 3 1 ഉണ്ടാവില്ല. കാരണം വ്യത്യാസം 2 ആണ്. 3 2 ഉണ്ടാവും, 3 3 ഉണ്ടാവും. മനസ്സിലുണ്ടോ? അപ്പോൾ ഇതാണ് റോസ്റ്റർ ഫോം. അപ്പോൾ റോസ്റ്റർ ഫോം ഉണ്ടാവും കേട്ടോ. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അതുകൊണ്ട് അത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. കണ്ടോ? അതാണ് റോസ്റ്റർ ഫോം ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള പരിപാടി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു എലഗൻസി ഉണ്ട്. യു ആർ എസ്കേപ്പിംഗ് ദ റോസ്റ്റർ ഫോം. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പഠിക്കുക. റോസ്റ്റർ ഫോം ഉപയോഗിച്ചിട്ട് സെറ്റ് ബിൽഡർ ഫോം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്
റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യാം. എന്താണ്? വൈക്ക് പകരം എക്സ് റിപ്ലേസ് ചെയ്യുക, എന്നിട്ട് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ വൈക്ക് പകരം എക്സ് റിപ്ലേസ് ചെയ്തിട്ട് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൂ ആണെങ്കിൽ യെസ് ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്, ഫോൾസ് ആണെങ്കിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ നോട്ട് റിഫ്ലെക്സീവ്. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ രണ്ട് രീതിയിലും ചെയ്തു കേട്ടോ, ഇതിലും ചെയ്തു ഇതിലും ചെയ്തു. നിങ്ങളെ ഇഷ്ടമാണ്, ചെറിയ സെറ്റാണെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ് ഇതിൽ ചെയ്യണോ എന്നുള്ളത്. മിക്കവാറും നിങ്ങൾ ഇങ്ങനെ പഠിക്കാം കേട്ടോ. റൈറ്റ്. അപ്പം ഞാൻ ഈ റോസ്റ്റർ ഫോം ഇവിടെ ഞാൻ ചെയ്യുന്നില്ല. അപ്പം വിൽ ഡിസ്കസ് ഓൺലി സെറ്റ് ബിൽഡ് ഫോം തന്നെ നേരിട്ട് ചെയ്യാം. നൗ അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്, റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. ഇനി സിമെട്രിക് ആണ് നോക്കാം. ഇസ് ഇറ്റ് സിമെട്രിക്? എന്താ സിമെട്രിക്കിൻ്റെ ഐഡിയ? സിമെട്രിക് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും, റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ സിമെട്രിക് ആണെന്ന് മനസ്സിലായിണ്ടാവും. കാരണം എന്താ, 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 3 1 ഉണ്ട്, 3 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പോൾ എല്ലാ എ ബിക്കും ബി എ ഉണ്ട്, അതുകൊണ്ട് സിമെട്രിക് ആണ്. റോസ്റ്റർ ഫോമിൽ എഴുതിയ കുട്ടികൾക്കൊക്കെ അത് സിമെട്രിക് ആണെന്ന് മനസ്സിലായിണ്ടാവും. പക്ഷേ ഹൗ ടു പ്രൂവ് ഇറ്റ് ഇൻ ദ ജനറൽ ഫോം? റോസ്റ്റർ ഫോമിൽ നേരിട്ട് എങ്ങനെ ചെയ്യാം? സിമെട്രിക്. എങ്ങനെ സിമെട്രിക് പ്രൂവ് ചെയ്യാം? ആദ്യം എന്താ ചെയ്യേണ്ടത്? ലെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ആർ. എക്സ് വൈ ആറിലുണ്ട് എന്ന് വിചാരിക്കും. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? തിരിച്ച് വൈ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് വാട്ട്? മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ? അതിലെ കണ്ടീഷൻ എക്സ് വൈ ആറിലുണ്ടെങ്കിൽ മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഈക്വൽ ടു 1. നമുക്കിതിനെ എങ്ങനെ എഴുതിക്കൂടെ? മോഡ് വൈ മൈനസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1. കാരണം എന്താ? മോഡ്ലെസ്, കാരണം എക്സ് മൈനസ് വൈയും വൈ മൈനസ് എക്സും തമ്മിലുള്ള വ്യത്യാസം നെഗറ്റീവിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ മോഡ്ലെസ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് നമുക്ക് ഫൊഗോ ചെയ്യാം അല്ലേ? ശരിയല്ലേ? മോഡ്ലെസ് ഓഫ് വെറും എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് മൈനസ് ഓഫ് വൈ മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇഫ് യു ടേക്ക് ദ മോഡ്ലെസ്, വാട്ട് ഇസ് മോഡ്ലെസ് ഓഫ് എക്സ് മൈനസ് വൈ? ഇറ്റ് ഇസ് മോഡ്ലെസ് ഓഫ് മൈനസ് വൈ മൈനസ് എക്സ്. It is modulus of minus 1 into modulus of y minus x. What is modulus of minus 1? 1. Modulus of y minus x. അപ്പോൾ modulus of x minus y പറഞ്ഞാൽ എന്താ? modulus of y minus x ആണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് modulus of x minus y less than equal to 1 implies modulus of y minus x also less than equal to 1. What does that imply? yx belongs to r. അപ്പോൾ എല്ലാ എക്സ് വൈ ആറിലുള്ളപ്പോഴൊക്കെ വൈ എക്സും ആറിലുണ്ടാവും. അതുകൊണ്ട് റിലേഷൻ ഇസ് therefore r is symmetric. Therefore relation is symmetric. Clearly? Now, is it transitive ആണോ? Is that transitive? നോക്കാം നമുക്ക് transitive ആണോ ചെക്ക് ചെയ്യാം. Is it transitive? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാണ്? ഹൗ ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്? ട്രാൻസിറ്റീവ് നമുക്ക് പല രീതിയിൽ ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എന്താണ്? നമുക്ക് 1ന് 2 ആയിട്ട് ബന്ധമുണ്ട്, 2ന് 3 ആയിട്ട് ബന്ധമുണ്ട്. കാരണം 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 2ന് 3 ആയിട്ട് ബന്ധമുണ്ട്, കാരണം എന്താ? 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. പക്ഷേ 2ഉം 1ഉം 3ഉം ആയിട്ട് ബന്ധമില്ല. കാരണം എന്താ? 1ഉം 3ഉം ആയിട്ട് ബന്ധമില്ല. കാരണം എന്താ? 1ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. 1ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 1നേക്കാൾ കൂടാൻ പാടില്ല. സോ അപ്പോൾ 1ന് 2 ആയിട്ട് ബന്ധമുണ്ട്, 2ന് 3 ആയിട്ട് ബന്ധമുണ്ട്, പക്ഷേ 1ന് 3 ആയിട്ട് ബന്ധമില്ല. അതുകൊണ്ട് അത് ട്രാൻസിറ്റീവ് അല്ല. അങ്ങനെ പറഞ്ഞാലും മതി. മനസ്സിലാവുണ്ടോ? അങ്ങനെ പറഞ്ഞാലും മതി. ഒരു എക്സാമ്പിൾ, വി ക്യാൻ ഡിസ്പ്രൂവ് എ റിസൾട്ട് യൂസിങ് എൻ എക്സാമ്പിൾ. അപ്പോൾ അല്ല എന്ന് പറയാൻ എക്സാമ്പിൾ മതി, ആണെന്ന് പറയാൻ എക്സാമ്പിൾ പോരാ കേട്ടോ. അല്ല എന്ന് പറയാൻ എക്സാമ്പിൾ മതി. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ ഈ എക്സാമ്പിൾ മതി. ബിക്കോസ് 1 2 ബിലോങ്സ് ടു ആർ, 2 3 ബിലോങ്സ് ടു ആർ, ബട്ട് 1 3 ഡസ് നോട്ട് ബിലോങ് ടു ആർ, therefore it is not transitive. ഇങ്ങനെ പറഞ്ഞാലും മതി. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ തിയറിറ്റിക്കലിയും പറയാം. തിയറിറ്റിക്കലി എങ്ങനെ പറയാം? എക്സ് വൈ ബിലോങ്സ് ടു ആർ എന്ന് വിചാരിക്കുക, വൈ സെഡ് ബിലോങ്സ് ടു ആർ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ അത്? പക്ഷേ നമ്മൾ ഇങ്ങനെ പറയണം, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഈക്വൽ ടു 1. ദിസ് ഇംപ്ലൈസ് വൈ മൈനസ് സെഡ് ഡസ് നോട്ട് ബിലോങ് ടു ലെസ് ദാൻ ഈക്വൽ ടു 1. നമ്മളിങ്ങനെ പറയണം, ഡസ് നോട്ട് ഇംപ്ലൈ എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഈക്വൽ ടു 1. ഇത് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഈക്വൽ ടു 1, വൈ മൈനസ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഡസ് നോട്ട് ഇംപ്ലൈ എക്സ് മൈനസ് സെഡ് ലെസ് ദാൻ ഈക്വൽ ടു 1. അതിൻ്റെ കാരണം അതാണ്. സിൻസ് ഇങ്ങനെ എഴുതിയാൽ മതി. 1 2 ബിലോങ്സ് ടു ആർ, 2 3 ബിലോങ്സ് ടു ആർ ഡസ് നോട്ട് ഇംപ്ലൈ
1 3 belongs to R, അല്ലെങ്കിൽ 1 2 belongs to R, 2 3 belongs to R, and 1 3 does not belong to R. അപ്പോൾ അതുകൊണ്ട് R is not transitive. R is not transitive. അതുകൊണ്ട് R എന്തല്ല, ഇക്വാലൻസ് അല്ല. അപ്പോൾ ഈ R റിലേഷൻ എന്താ പറയുക, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, പക്ഷേ ട്രാൻസിറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ആ റിലേഷൻ എന്തല്ല, ഇക്വാലൻസ് അല്ല. ക്ലിയർ ആണോ? റൈറ്റ്. ഓക്കെ, ആറാമത്തെ ചോദ്യം. വിൽ ഡിസ്കസ് 6th question. A equals 1, 2, 3. A equals 1, 2, 3. R equals xy such that x minus y is divisible by 5. ഇപ്പോൾ 1 2 3ക്ക് പകരം നമുക്ക് കുറച്ചുകൂടി വലിയ സെറ്റാക്കാം. 1 2 3 4 5 5 6 7 8 9. അല്ലെങ്കിൽ എ പറയുന്ന ഒരു കാര്യം ചെയ്യുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് ഡിലീറ്റ് ചെയ്യണേ. Now we'll discuss question number 6. ആറാമത്തെ ചോദ്യം. In the set of integers define R equals xy such that x minus y is divisible by 5. xy belongs to z. Z ആണല്ലോ ഇൻറ്റിജേഴ്സിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള നൊട്ടേഷൻ. ഈ ആറ് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇക്വാലൻസ് ആണോ? ഇതാണ് ചോദ്യം. എന്താ ചോദ്യം? ഇൻ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഞാൻ ഇതുവരെ പറഞ്ഞ വളരെ ചെറിയൊരു സെറ്റായിരുന്നു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ സെറ്റ് വലുതായിരിക്കുന്നു. അപ്പോൾ ഇവിടെ സെറ്റ് വലിയ സെറ്റാണ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. നിങ്ങൾക്കറിയാം ഇൻറ്റിജേഴ്സ് പറഞ്ഞാൽ എന്താ, 1 2 3 4 എക്സെട്ര അങ്ങനെ പോകും. 0 ഉണ്ടാവും, പിന്നെ -1 -2 -3 ഇൻഫിനിറ്റ് സെറ്റാണ്. ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. ഇപ്പുറത്തേക്കും ഇൻഫിനിറ്റി വരെ പോകും, -ഇൻഫിനിറ്റി വരെ പോകും, അപ്പുറത്തേക്കും +ഇൻഫിനിറ്റി വരെ പോകും. അപ്പോൾ ഇൻ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് വി ഡിഫൈൻ എ റിലേഷൻ ലൈക്ക് ദിസ്. എക്സും വൈയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെങ്കിൽ x മൈനസ് വൈ ഡിവിസിബിൾ ബൈ 5 ആണ്. ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പം ഈ ആറ് റിഫ്ലെക്സീവ് ആണോ? ഇസ് ഇറ്റ് റിഫ്ലെക്സീവ്? ഇസ് ഇറ്റ് സിമെട്രിക്? പിന്നെ ഇസ് ഇറ്റ് ട്രാൻസിറ്റീവ്? ഇസ് ഇറ്റ് ഇക്വാലൻസ്? ഇതാണ് ചോദ്യം. ഇതാണ് ചോദ്യം. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, ഈ റിലേഷൻ സിമെട്രിക് ആണോ, ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ ഒന്ന് വിസ്തരിച്ച് നോക്കണം. എന്താ കണ്ടീഷൻ? എക്സിന് വൈ ആയിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ എക്സും വൈയും എക്സിൽ നിന്ന് വൈ കുറച്ചാൽ അത് 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾ പറഞ്ഞാൽ, ഇപ്പോൾ 10 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 25 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. 35 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. -5ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. -5/5 -1 0ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 0ന് 0 ഡിവൈഡഡ് ബൈ 5 0ആണ്. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ 5 0 ആയതുകൊണ്ട് 5 0ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളാണോ? യെസ്. അതാണ് ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞ അർത്ഥം. ഡിവിസിബിൾ ബൈ പറഞ്ഞാൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻറ്റിജർ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ ആവും. അപ്പം വി സേ എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 5. ഇഫ് യു ഡിവൈഡ് ദാറ്റ് നമ്പർ വിത്ത് 5, ദ ഔട്ട്പുട്ട് വിൽ ബി എ ഇൻറ്റിജർ. മനസ്സിലുണ്ടോ? ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണെന്ന് എപ്പോഴാണ് പറയുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ട്, ആ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻറ്റിജർ ആയാൽ വി സേ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ ഇൻറ്റിജർ ആയാൽ മതി, 0 ആയാലും കുഴപ്പമില്ല. അപ്പോൾ 0 ഈസ് ഡിവിസിബിൾ ബൈ 5. അപ്പോൾ 2 ഡിവിസിബിൾ ബൈ 5 ആണോ? 2/5 ഇൻറ്റിജർ അല്ല, അതുകൊണ്ട് 2 ഡിവിസിബിൾ ബൈ 5 അല്ല. അപ്പം നിങ്ങൾക്ക് അറിയാൻ മനസ്സിലായി, 2 ഡിവിസിബിൾ ബൈ 5 അല്ല എന്ന് മനസ്സിലായി. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. ഒരു നമ്പർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻറ്റിജർ ആയാൽ മതി. ദെൻ വി സേ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഓക്കെ. നൗ ഈസ് ഇറ്റ് റിഫ്ലെക്സീവ്? റിഫ്ലെക്സീവ് ആണോ? ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്നാണ് ചോദ്യം.
റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താവണം? എക്സ് എക്സ് ആറിൽ ഉണ്ടാവണം. എക്സ് എക്സ് ആറിൽ എപ്പോഴാണ് ഉണ്ടാവുക? എക്സ് എക്സ് ആറിൽ ഉണ്ടെങ്കിലാണ് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. എക്സ് എക്സ് എപ്പോഴാണ് ആറിൽ ഉണ്ടാവുക? എക്സ് മൈനസ് എക്സ് ഡിവിസിബിൾ ബൈ 5 ആണ്. നോക്കൂ, എക്സ് മൈനസ് എക്സ് ഡിവിസിബിൾ ബൈ 5 ആണോ? വാട്ട് ഇസ് എക്സ് മൈനസ് എക്സ്? എക്സ് മൈനസ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. 0 ഡിവിസിബിൾ ബൈ 5 ആണോ? 0 divisible by 5 or not? Is it true or false? 0 is divisible by 5. 0 is divisible by 5. 0 by 5 is equal to 0. The integer ആണ്. അതുകൊണ്ട് yes. 0 is divisible by 5. അപ്പോൾ 0 divisible by 5 ആയതുകൊണ്ട് x minus x divisible by 5 ആണ്. അതുകൊണ്ട് what you can say? xx belongs to R. Therefore R is റിഫ്ലെക്സീവ്. അപ്പം നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്, യു ഹാവ് ടു ഗോ ലൈക്ക് ദിസ്. നിങ്ങൾ തിരിച്ചാണ് പറയേണ്ടത്. ഇങ്ങനെ പറയേണ്ടത് എക്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഈസ് ഡിവിസിബിൾ ബൈ 5. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. വൈക്ക് പകരം എക്സ് കൊടുക്കാം. യു പുട്ട് ഇൻസ്റ്റെഡ് ഓഫ് വൈ എക്സ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് 0 ആവും. ആ 0 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ് മൈനസ് എക്സ് 0 ആണ്. ആ 0 ഈസ് ഡിവിസിബിൾ ബൈ 5. Therefore, what you can say? x comma x belongs to R. Therefore, R is reflexive. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. R is reflexive. ക്ലിയർ ആണോ അത്? റൈറ്റ്. ഇനി അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. ഇറ്റ് ഈസ് യെസ്, ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. R is reflexive. എല്ലാവർക്കും നമുക്കറിയാം. 2 ഒരു നമ്പർ എടുത്തു, ഒരു ഇൻഡിജർ എടുത്തു. ആ ഇൻഡിജറിന് ആ ഇൻഡിജറായിട്ട് തന്നെ ബന്ധമുണ്ട്. 2 ആയിട്ട് ബന്ധമുണ്ട്, കാരണം 2 - 2 0 ആണ്. 3 ആയിട്ട് ബന്ധമുണ്ട്. 3 - 3 0 ആണ്. 4 ആയിട്ട് ബന്ധമുണ്ട്. 4 - 4 0 ആണ്. 0 ആയിട്ട് ബന്ധമുണ്ട്. എന്താ? 0 belong to R. -1 ആയിട്ട് ബന്ധമുണ്ട്. -2 ആയിട്ട് ബന്ധമുണ്ട്, കാരണം -2 - -2 എന്താ? 0. മനസ്സിലുണ്ടോ? അതാണ് ഈ ഐഡിയ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉണ്ടെന്ന് പറയണ്ട, ഇത് പറഞ്ഞാൽ മതി. True for every x. For every x belongs to Z. ഇത് പറയണം കേട്ടോ. For every x belongs to Z പറയണം. അപ്പോൾ xx belongs to R. For every x belongs to Z. Therefore, R is reflexive. Clear ആണ്? Now, ഇനി സിമെട്രിക്. സിമെട്രിക് ആണോ അത്? ഈ റിലേഷൻ സിമെട്രിക് ആണോ? അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. യെസ്. ഇസ് ഇറ്റ് സിമെട്രിക്? സിമെട്രിക് ആണോ അത്? നമുക്കറിയാം. ഇപ്പം 5ഉം 10ഉം തമ്മിൽ ബന്ധമുണ്ടോ? 5ഉം 10ഉം തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. 10ഉം 5ഉം തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. 2ഉം 32ഉം തമ്മിൽ ബന്ധമുണ്ടോ? 2ഉം 32ഉം തമ്മിൽ ബന്ധമുണ്ടോ? അപ്പോൾ 2ഉം 32 തമ്മിൽ ബന്ധമുണ്ടോ? 2 - 32 എത്രയാണ്? 30 ആണ്. -30 ആണ്. -30 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളല്ലേ? പറ്റും. അപ്പോൾ 2ഉം 32 തമ്മിൽ ബന്ധമുണ്ട്. 32 2 തമ്മിൽ ബന്ധമുണ്ടോ? 32 - 2 30 ആണ്. 30 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 2 32 തമ്മിൽ ബന്ധം. അതുപോലെ 1ഉം 31ഉം തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? 31ഉം 1ഉം തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പം എന്താ പറയാൻ പറ്റുക? എക്ക് ബി ആയിട്ട് ബന്ധമുണ്ടാവുന്ന അവസരങ്ങളിലൊക്കെ ബിക്ക് എ ആയിട്ടും ബന്ധമുണ്ട്. അതുകൊണ്ട് ട്രാൻസിറ്റീവ് സിമെട്രിക് ആണ്. പക്ഷേ നമ്മൾ തിയറിറ്റിക്കലി എങ്ങനെയാണ് പറയാം? കാരണം ഇത് വലിയ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓരോന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. ജനറൽ ആയിട്ട് പറയണം. ഇവിടെ കണ്ടോ, സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ ചെറിയ സെറ്റല്ല. റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല, കാരണം ഇൻഫിനിറ്റ് സെറ്റാണ്. ഇൻഫിനിറ്റ് സെറ്റ് ആകുമ്പോൾ കുത്തിടണം. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ഇനഫ് നമ്പർ ഓഫ് നമ്പേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടെന്ന് ബുദ്ധിമുട്ടാണ് പറയാൻ. അപ്പോൾ തിയറിറ്റിക്കലി തന്നെ പറയണം. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസിറ്റ് സിമെട്രിക് ആണെന്ന് പറയാം? അപ്പോൾ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് സിമെട്രിക്. എങ്ങനെയാണ് സിമെട്രിക് ആണെന്ന് പറയാം? ആദ്യം എന്താ വിചാരിക്കാം? എക്സിന് വൈ ആയിട്ട് ബന്ധമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം ലെറ്റ് xy belongs to R. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? yx belongs to R പ്രൂവ് ചെയ്യണം. അപ്പോൾ xy ആറിൽ ഉണ്ടെങ്കിൽ ആദ്യം let xy belongs to R. Let xy belongs to R. We are going to prove that yx belongs to R. ഇത് എല്ലാ xyക്കും വേണമെന്നില്ല. എക്സിന് y ആയിട്ട് ബന്ധമുണ്ടാവുന്ന അവസരങ്ങളിൽ yക്ക് x ആയിട്ട് ബന്ധമുണ്ടാവണമെന്നില്ല. അപ്പോൾ xy belongs to R. What does that imply? ഇത് പ്രകാരം എന്താ? x minus y is divisible by 5.
എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 5. ശരിയല്ലേ? എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ 5. ഇതിന് ഞാൻ എഴുതി നിൽക്കണം. ദിസ് ഇംപ്ലൈസ് എക്സ് മൈനസ് വൈ ബൈ 5 is equal to k where k is an integer. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞാണ് ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാൻ ഡിവിസിബിൾ ബൈ 5 ആണെന്ന് എപ്പോഴാണ് പറയുക? അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇൻറ്റിജർ ആവണം. അപ്പം എക്സ് മൈനസ് വൈനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് k ആണ്. ആ k എന്താവണം? ഇൻറ്റിജർ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? വാട്ട് ഡസ് ദാറ്റ് ഇംപ്ലൈ? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5k where k belongs to set. x minus y equals 5k where k belongs to set. മനസ്സിലായോ? What does that imply? x minus y is equal to 5k where k belongs to set. അപ്പം what do you mean by that? നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ y minus x is equal to minus 5k എന്ന് എഴുതി കൂടെ k belong to z. ഇങ്ങനെ എഴുതി കൂടെ നമുക്ക് എക്സ് മൈനസ് വൈ മൈനസ് എക്സ് ഇക്വൽ ടു മൈനസ് 5k. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ അറിയോ? ഇംപ്ലൈസ് വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണേ നന്നായിട്ട്, വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5k അല്ലേ? മൈനസ് 5kക്ക് പകരം ഞാൻ ഇങ്ങനെ എഴുതണം 5 ഇൻറ്റു മൈനസ് k. 5 ഇൻറ്റു മൈനസ് k. അപ്പോൾ k ഇൻറ്റിജർ ആണെങ്കിൽ മൈനസ് kയും ഇൻറ്റിജർ ആണ്. ഇപ്പോൾ 2 ഇൻറ്റിജർ ആണെങ്കിൽ മൈനസ് 2 ഇൻറ്റിജർ ആണ്. അപ്പോൾ മൈനസ് k belongs to z. Therefore അതിൻ്റെ അർത്ഥം എന്താ? മൈനസ് k, ഈ മൈനസ് k വേണം ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് വന്നു. അതിൻ്റെ അർത്ഥം എന്താ? yx belongs to r. Therefore what you can say xy belongs to r implies yx belongs to r. ഇങ്ങനെ തിയറിറ്റിക്കലി പറയണം, എന്നാലേ അത് ശരിയാവും. അപ്പോൾ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? എക്സ് വൈ ആറിലുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. എക്സ് മൈനസ് വൈ ഡിവിസിബിൾ ബൈ 5 ആണെങ്കിൽ എക്സ് മൈനസ് 5നെ 5k എഴുതാം. എക്സ് മൈനസ് വൈനെ 5k എഴുതിയാൽ വൈ മൈനസ് എക്സ് എങ്ങനെ എഴുതാം? മൈനസ് 5k. യു ആർ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് വിത്ത് -1 വിചാരിച്ചോളൂ. അപ്പോൾ ഇത് മൈനസ് 5k. ഈ മൈനസ് 5kനെ എങ്ങനെ എഴുതാം? 5 ഇൻറ്റു മൈനസ് k എന്ന് എഴുതാം. k ഇൻറ്റിജർ ആണെങ്കിൽ മൈനസ് kയും ഇൻറ്റിജർ ആണ്. 2 ഇൻറ്റിജർ ആണെങ്കിൽ മൈനസ് 2 ഇൻറ്റിജർ ആണ്. 3 ഇൻറ്റിജർ ആയതുകൊണ്ട് മൈനസ് 3 ഇൻറ്റിജർ ആണ്. അപ്പോൾ മൈനസ് k ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് 5 ഇൻറ്റു n ഇൻറ്റിജർ ആണ്. 5 ഇൻറ്റു n ഇൻറ്റിജർ പറഞ്ഞാൽ y is related to x വരും. അപ്പോൾ yx belongs to r വരും. അപ്പോൾ what you get? xy belongs to r implies yx belongs to r. Therefore r is symmetric. Is that clear to you? അപ്പോൾ സിമെട്രിക് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. യെസ്, ഇറ്റ് ഈസ് സിമെട്രിക്. ആർ ഇസ് സിമെട്രിക്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിറ്റീവ്. ഹൗ ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് ആണോ നമുക്ക് അറിയില്ല, നോക്കാം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഈസ് ദാറ്റ് റിലേഷൻ ട്രാൻസിറ്റീവ്? ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണ്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാൻ പാടില്ല, എന്നാലും ട്രാൻസിറ്റീവായിട്ട് ചെക്ക് ചെയ്യാം. കാരണം എന്താ, ഇപ്പം 5ഉം 10ഉം തമ്മിൽ ബന്ധമുണ്ട്. 10ഉം 15ഉം തമ്മിൽ ബന്ധമുണ്ട്. 5ഉം 15ഉം തമ്മിൽ ബന്ധമുണ്ട് അല്ലേ? 5ഉം 10ഉം തമ്മിൽ ബന്ധമുണ്ട്. കാരണം സബ്ട്രാക്ട് ചെയ്താൽ 5ആണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10ഉം 15ഉം തമ്മിൽ ബന്ധമുണ്ട്, കാരണം 5ആണ്. 5ഉം 15ഉം തമ്മിൽ ഡിഫറൻസ് 10ആണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണിത്. പക്ഷേ തിയറിറ്റിക്കലി പറയണം. ഹൗ ടു ഗോ തിയറിറ്റിക്കലി? എന്താണ്, ആദ്യം എന്ത് ചെയ്യണം? ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവ് we are going to prove that it is transitive. അപ്പോൾ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? ആദ്യം ഇത് രണ്ടെണ്ണം assume ചെയ്യണം. ഏതാ assume ചെയ്യേണ്ടത്? ലെറ്റ് xy belongs to r and yz belongs to r. ab belongs to r, bc belongs to r എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് വൈയിലാണ് റിലേഷൻ തന്നുള്ളതുകൊണ്ട് എക്സ് വൈയിൽ എഴുതിയെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. എക്സ് വൈ ബിലോങ്സ് ടു ആർ ആൻഡ് വൈ സെഡ് ബിലോങ്സ് ടു ആർ. നമ്മളെ ആഗ്രഹം എന്താണ്? എക്സ് സെഡ് ബിലോങ്സ് ടു ആർ ആക്കാൻ പറ്റുമോ എന്നാണ് നോക്കണം. എക്സ് സെഡ് ബിലോങ്സ് ടു ആർ ആക്കാൻ പറ്റിയാൽ ട്രാൻസിറ്റീവ് ആണ്. നോക്കും. അപ്പോൾ ആദ്യം എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് വാട്ട്? എക്സ് വൈ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് വാട്ട്? എക്സ് മൈനസ് വൈ is equal to 5k1 where k1 belongs to set.
നമ്മളിപ്പോൾ പറഞ്ഞാണ് എക്സ് മൈനസ് വൈ, എക്സിന് വൈ ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ എക്സ് മൈനസ് വൈനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഇൻറ്റിജർ എന്നുള്ള ഇങ്ങനെ എഴുതാം. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു 5k1. k1 ബിലോങ്സ് ടു ആർ. ഇനി yz belongs to r. yz belongs to r implies what? yz belongs to r. yz belongs to r implies y minus z equal to 5k2. y minus z is equal to 5k2. y minus z 5k2 ആണ്. അപ്പോൾ k2 is some other integer. k2 belongs to z. മനസ്സിലായോ? y മൈനസ് കെ ഇസ് ഇക്വൽ ടു ദാറ്റ്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ വരിക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എക്സ് മൈനസ് വൈയും വൈ മൈനസ് സെഡ് കൂടി ആഡ് ചെയ്താൽ എന്താ വരിക? എക്സ് മൈനസ് വൈ പ്ലസ് വൈ മൈനസ് സെഡ് ഇസ് ഇക്വൽ ടു ഇത് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 5 ഇൻറ്റു k1 പ്ലസ് k2. ജസ്റ്റ് ആഡ് ചെയ്താൽ അതല്ലേ കിട്ടുക? 5 ഇൻറ്റു k1 പ്ലസ് k2. ഇതിൽ ഈ വൈയും മൈനസ് വൈയും പ്ലസ് വൈയും വെട്ടിപ്പോവും. വാട്ട് യു ഗെറ്റ്? യു ഗെറ്റ് ഇറ്റ് ആസ് എക്സ് മൈനസ് സെഡ് ബിലോങ്സ് ടു ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു k1 പ്ലസ് k2. ഈ k1 പ്ലസ് k2നെ നമുക്ക് k3 വിചാരിക്കാം. യു ക്യാൻ ടേക്ക് k1 പ്ലസ് k2 ആസ് k3. എന്താ? k1 ഒരു ഇൻറ്റിജറാണ്, k2ഉം ഇൻറ്റിജറാണ്. അപ്പോൾ k1 പ്ലസ് k2 ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ you can say k3 where k3 belongs to r, belong to z, where k3 is k1 plus k2. k3 നമുക്ക് k1 plus k2 ആയിട്ട് വിചാരിക്കാം. ഇതിൻ്റെ അർത്ഥം എന്താ? x minus z is a multiple of 5. 5ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നല്ലേ അർത്ഥം? That implies what? x is related to z. അപ്പോൾ എന്താ നമ്മൾ പ്രൂവ് ചെയ്ത്? എക്സ് വൈ ആറിലുണ്ട്, വൈ സെഡ് ആറിലുണ്ടെങ്കിൽ that implies xz is belonging to R. So what you can say? Therefore R is transitive. Therefore R is transitive. അപ്പോൾ ഈ റിലേഷൻ എന്താ? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ആസ് വെൽ ആസ് ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ റിലേഷൻ എന്താണ്? ഇക്വാലൻസ്. Therefore R is an equivalence relation. Therefore R is an equivalence relation. ഈ റിലേഷൻ ഇക്വാലൻസ് ആണ്. അപ്പം ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാറുണ്ട്. എങ്ങനെ അറിയാം? ഇത് ഇക്വാലൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഇക്വാലൻസ് ക്ലാസ് ഉണ്ടാവും. അപ്പം what you can say about R? R is an equivalence relation. R is an equivalence relation. അപ്പോൾ ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ അതിനൊരു ഇക്വാലൻസ് ക്ലാസ് ഉണ്ടാവും. അപ്പം ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഇസ് എ ഇക്വാലൻസ് ക്ലാസ് ഇൻ വിച്ച് 2 is included? 2 ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വാലൻസ് ക്ലാസ് എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു സെറ്റിൽ ഒരു ഇക്വാലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്താൽ ആ ഹോൾ സെറ്റ് കുറേ സെറ്റുകളായിട്ട് ഭാഗിക്കും. പാർട്ടീഷൻ എന്നാണ് വേർഡ്. ഭാഗിക്കും. സോ ദാറ്റ് എല്ലാം കൂടി കൂടിയാൽ ആ സെറ്റായിരിക്കും. പിന്നെ ഒരു സെറ്റിൽ ഈ പ്രകാരത്തിലുള്ള റിലേഷൻഷിപ്പ് മാത്രമുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ 2 ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വാലൻസ് ക്ലാസ് ഏതാണ്? ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഇക്വാലൻസ് ക്ലാസ്? ഇപ്പോൾ ചോദ്യം ഇതാച്ചോളൂ, ഇൻ ദിസ് റിലേഷൻ ഷോ ദാറ്റ് ആർ ഇസ് ഇൻ ഇക്വാലൻസ് റിലേഷൻ. നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു, ഷോ ദാറ്റ് ആർ ഇസ് ഇൻ ഇക്വാലൻസ് റിലേഷൻ. നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു, അല്ല പ്രൂവ് ചെയ്തു, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് പ്രൂവ് ചെയ്തു. അപ്പോൾ ആർ ഇക്വാലൻസ് റിലേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റെൻഡഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം, വാട്ട് ഈസ് ദ ഇക്വാലൻസ് ക്ലാസ് ഇൻ വിച്ച് 2 ഇസ് എ മെമ്പർ? 2 മെമ്പർ ആയിട്ടുള്ള ഇക്വാലൻസ് ക്ലാസ് ഏതാണ്? അപ്പോൾ 2 മെമ്പർ ആയിട്ടുള്ള ഇക്വാലൻസ് ക്ലാസ് എന്തായിരിക്കും? 2 ബന്ധപ്പെട്ട 2 ആയിട്ട് ബന്ധമുള്ള ഇൻഡിവിജ്വൽസിൻ്റെ കൂട്ടം. 2 ആയിട്ട് ബന്ധമുള്ള ഇൻഡിവിജ്വൽസിൻ്റെ കൂട്ടം. 2 ആയിട്ട് ബന്ധമുള്ള ഇൻഡിവിജ്വൽസിൻ്റെ കൂട്ടം ഏതായിരിക്കും? ഡിഫറൻസ് ഡിവിസിബിൾ ബൈ 5 ആയിട്ടുള്ള ബന്ധം. അപ്പോൾ 2 ആരായിട്ടാക്കിയ ബന്ധം ഡിഫറൻസ് 5ൻ്റെ ഡിവിസിബിൾ ആവണമെങ്കിൽ വാട്ട് ഈസ് ദ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഇക്വാലൻസ് ക്ലാസ്? വാട്ട് ഈസ് ദ ഇക്വാലൻസ് ക്ലാസ്
in which 2 is included. 2 ഉൾപ്പെടുന്ന ഇക്വാലൻസ് ക്ലാസ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 2 ഉൾപ്പെടുന്ന ഇക്വാലൻസ് ക്ലാസ് എന്തായിരിക്കും നോക്കാം. 2 ഉണ്ട്, പിന്നെ ആരാ ഉണ്ടാവുക? വേറൊരാളും കൂടി ഉണ്ടെങ്കിൽ അയാളും 2 തമ്മിലുള്ള വ്യത്യാസം 5 ആവണം. നല്ലേ, വ്യത്യാസം 5ൻ്റെ മൾട്ടിപ്പിൾ ആവണം. അപ്പം 2 ആണെങ്കിൽ 7 ഉണ്ടാവാം. പിന്നെയോ 7ഉം 5ഉം എത്രയാ? 12 ആവാം, 17 ആവാം, എക്സെട്ര. അതേപോലെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ എന്ത് വരാം? -3 ആവാം. കാരണം -3 2 -3 5 ആണ്. -3 -2 -5 ആണ്. ഇപ്പുറത്തേക്ക് വരുമ്പം ഒന്ന് നിങ്ങൾ ഗസ് ചെയ്യോ? -8 എക്സെട്ര. അപ്പോൾ ഇതാണ് ദ ഇക്വാലൻസ് ക്ലാസ് ഇൻ വിച്ച് 2 ഈസ് ഇൻക്ലൂഡഡ്. ഇത് കൃത്യമായിട്ട് മനസ്സിലായോ? വാട്ട് ഇസ് ദ ഇക്വാലൻസ് ക്ലാസ് ഇൻ വിച്ച് 2 ഈസ് ഇൻക്ലൂഡഡ്? അപ്പോൾ അതിന് ആ ഇക്വാലൻസ് ക്ലാസ് ഓഫ് 2നെ വിളിക്കുന്ന പേരാണ്, ഇങ്ങനെ വിളിക്കും. ഇതൊരു നൊട്ടേഷനാണ്. ഇങ്ങനെ ബ്രാക്കറ്റ് 2, ബോക്സ് 2 എന്നല്ല, ദി ഇക്വാലൻസ് ക്ലാസ് 2 എന്ന് അതിന് പറയാം. വി കോൾ ദിസ് ആസ് ഇക്വാലൻസ് ക്ലാസ് 2. 2 ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വാലൻസ് ക്ലാസ് ആണ് ഈ സെറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഇസ് ദ ഇക്വാലൻസ് ക്ലാസ് ഇൻ വിച്ച് 3 ഈസ് ഇൻക്ലൂഡഡ്? ഇത് ഗ്രേറ്റസ്റ്റ് ഇന്റർ ഫംഗ്ഷൻ എന്നല്ലേ? സോറി, അത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. ഇക്വാലൻസ് ക്ലാസ് ഇൻ വിച്ച് 3 ഈസ് ഇൻക്ലൂഡഡ്. 3 ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വാലൻസ് ക്ലാസ് ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്കൂ, ഇവിടെ 3 ആണെങ്കിൽ 5ഉം 3ഉം 8 ഉണ്ടാവും, 5ഉം 13 ഉണ്ടാവും, പിന്നെ 18 ഉണ്ടാവും, ഇങ്ങനെ പോവും. പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ എന്താവും? -2 ഉണ്ടാവും, -7 ഉണ്ടാവും, എക്സെട്ര ഉണ്ടാവും. ഇതാണ് 3യുടെ ക്ലാസ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും പറയാം. മനസ്സിലുണ്ടോ? അപ്പോൾ എത്ര ഇക്വാലൻസ് ക്ലാസ് ഉണ്ടാവും? ഒന്ന് പറയുമോ? ഒന്ന് ഗസ് ചെയ്യുമോ? എത്ര ഇക്വാലൻസ് ക്ലാസ് ഉണ്ടാവും? ഇതിൽ എത്ര ഇക്വാലൻസ് ക്ലാസ് ഉണ്ടാവും? ഹോൾ ഇൻറ്റീജേഴ്സിനെ എത്ര ക്ലാസ് ആയിട്ട് വേർതിരിക്കാൻ പറ്റും? ഇപ്പോൾ 0, വാട്ട് ഇസ് ദ ഇക്വാലൻസ് ക്ലാസ് ഓഫ് 0? 0 ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വാലൻസ് ക്ലാസ് എന്ന് പറയും. 0 ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വാലൻസ് ക്ലാസ് എന്ന് പറയും. എന്തായിരിക്കും? 0 ഉണ്ടാവും, പിന്നെ 5 ഉണ്ടാവും, പിന്നെ 10 ഉണ്ടാവും, എക്സെട്ര. പിന്നെ ഇവിടെ എത്തുമ്പോൾ -5 ഉണ്ടാവും, -10 ഉണ്ടാവും, എക്സെട്ര. ഇതൊരു ഇക്വാലൻസ് ക്ലാസ് ഓഫ് 0 ആണ്. ഇനി 1ൻ്റെ ഇക്വാലൻസ് ക്ലാസ് ഉണ്ടാവും. 1 ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വാലൻസ് ക്ലാസ് ഏതായിരിക്കും? 1 ഉണ്ടാവും, പിന്നെ 6 ഉണ്ടാവും, 11 ഉണ്ടാവും, എക്സെട്ര. ഇത് -4 ഉണ്ടാവും, -9 ഉണ്ടാവും, എക്സെട്ര. ശരിയല്ലേ? പിന്നെ 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 2, 3, പിന്നെ എന്തുണ്ടാവും? ഒന്നുകൂടി പറയുന്നത് നല്ലതാണ്. 2 ഉണ്ടാവും. 2 ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? -8, -3, 2, 7, 12, എക്സെട്ര. ഇത് നമ്മൾ 3 ചെയ്തു അല്ലേ? 3 ചെയ്തു. വാട്ട് ഇസ് 3? ഇക്വാലൻസ് ക്ലാസ് ഓഫ് 3 എന്താ? -2 അല്ല 3, 8, 13, എക്സെട്ര, -2, -7, എക്സെട്ര. 4 ഉണ്ടാവും അല്ലേ? 4 ഉണ്ടാവും. എന്താ 4? ഇവിടെ 4 ആണെങ്കിൽ 9, 5 14, എക്സെട്ര. ഇവിടെ എത്തുമ്പം -1, -6, എക്സെട്ര. ഇനി 5 ഉണ്ടാവുമോ? പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണേ, പ്ലീസ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. അപ്പം ഇതൊരു ഇക്വാലൻസ് ക്ലാസ് ആണ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ സെറ്റ് ഞാൻ മായ്ച്ചു കളയുന്നുണ്ട്. എന്താ സെറ്റ്? എന്താ റിലേഷൻ? എന്താ? എക്സിന് വൈ ആയിട്ട് ബന്ധം ഉണ്ടാവണമെങ്കിൽ x - y ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പോൾ ഒരു ഇക്വാലൻസ് ക്ലാസ് ഇതാണ്. ഇതൊരു ഇക്വാലൻസ് ക്ലാസ് ആണ്. ഇത് ഇക്വാലൻസ് ക്ലാസ് ആണ്. ഇത് ഇക്വാലൻസ് ക്ലാസ്, ഇക്വാലൻസ്. വാട്ട് ഇസ് നമ്പർ 5? വാട്ട് ഇസ് ഇക്വാലൻസ് ക്ലാസ് ഓഫ് 5? ഒന്ന് വെറുതെ എഴുതി നോക്കാം. 5 എന്തായിരിക്കും? ഇവിടെ നമ്മൾ 5 എഴുതും, 10, 15, എക്സെട്ര എഴുതും. ഇവിടെ നിങ്ങൾ എന്താ എഴുതുക? 0. ഇവിടെ -5, എക്സെട്ര. കണ്ടോ? ഈ സാധനം ഒന്ന് തന്നെയല്ലേ? അതുകൊണ്ട് ഇതൊരു ന്യൂ ഇക്വാലൻസ് ക്ലാസ് അല്ല. അതുകൊണ്ട് ഇതുണ്ടാവില്ല. ഇതോടെ കഴിഞ്ഞു, ഇക്വാലൻസ് ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഹോൾ സെറ്റ്
അപ്പോൾ ഈ ഇക്വാൻസേഷൻ ഡിഫൈൻ ചെയ്ത ആ സെറ്റിൽ ഡിഫൈൻ ചെയ്ത ഇക്വാൻസേഷൻ്റെ പ്രത്യേകത എന്താ? ആ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് മൊത്തമായിട്ട് ഭാഗിച്ചു. പാർട്ടീഷൻ എന്നാണ് വേർഡ് കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പാർട്ടീഷൻ എന്നുള്ള വേർഡ് എന്താ? ഡിസ്ജോയിൻ ക്ലാസ്സസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുകയാണ്. ഇതൊരു ക്ലാസ്സാണ്, ഇതൊരു ക്ലാസ്സാണ്. അപ്പം നോക്കൂ, ഇതെല്ലാം കൂടി കൂടിയാൽ എന്ത് കിട്ടും? ഈ ക്ലാസ്സും ഈ ക്ലാസ്സും ഈ ക്ലാസ്സും ഈ ക്ലാസ്സും ഈ ക്ലാസ്സും കൂടി ചേർന്നാൽ എന്ത് കിട്ടും അറിയാം? യൂണിയൻ. ഇതൊക്കെ ഡിസ്ജോയിൻ്റാണ് കണ്ടോ? ഇതിലും കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല, ഇതൊക്കെ ഡിസ്ജോയിൻ്റാണ്. ഇതെല്ലാം കൂടി കൂടിയാൽ എന്ത് കിട്ടും? ഇൻറ്റിജേഴ്സ് കിട്ടും. അപ്പോൾ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺസെപ്റ്റ്? ഒരു സെറ്റ് ഉണ്ടെങ്കിൽ ഇക്വാൻസേഷൻ ക്ലാസ് റിലേഷൻ ഡിഫൈൻ ചെയ്താൽ ദാറ്റ് ഹോൾ സെറ്റ് വിൽ ബി partitioned into equivalence classes where any two members of a same class will be having only the relationship defined on it, and any two members of two different classes will not be having the relationship defined on it. അപ്പോൾ ഈ question നിങ്ങൾ ശ്രദ്ധിക്കാം. Okay.